2025 CBC ബോർഡിന്റെ മറ്റൊരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. If integral 0 to a x dx less than or equal to a by 2 plus 6, then a യുടെ പോസിബിൾ വാല്യൂസ് ആണ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ തന്നിട്ടുണ്ട്. അതിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a by 2 plus 6 ആണെങ്കിൽ a യുടെ പോസിബിൾ വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to a x dx. ഓക്കെ, സോ അതെന്താണ്? ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ 0 ഇന്റഗ്രൽ വേണ്ട, ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കും. ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 ആണ് വരുന്നത്. 0 to a ആണ്. ഓക്കെ, അതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ ബൈ 2 ആണ്. നമ്മളുടെ ഇക്വേഷൻ ഇനിക്വാളിറ്റിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും എന്താണ്? എ സ്ക്വയർ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ 2 പ്ലസ് 6. ഓക്കെ, മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് 12. ഓക്കെ, എ പ്ലസ് 12 മൊത്തത്തിൽ നമുക്ക് ഇപ്പർ സൈഡിലോട്ട് എടുക്കാം. ഓക്കെ, ഇപ്പർ സൈഡിലോട്ട് നമ്മൾ എടുത്താൽ എന്ത് കിട്ടും മക്കളെ? എ സ്ക്വയർ മൈനസ് എ മൈനസ് 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലല്ലേ കിടക്കുന്ന ക്വാഡ്രാറ്റിക് ഇനിക്വാളിറ്റി ആണ്. സോ ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാം. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മക്കളെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇവിടെ എന്താണ് വരുന്നത് മക്കളെ? നോക്കിക്കേ, പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് -12ഉം കൂട്ടുമ്പോൾ കിട്ടേണ്ടത് -1ഉമാണ്. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12ഉം കൂട്ടുമ്പോൾ -1ഉം കിട്ടുന്നത് -4ഉം 3ഉം ആണ് അല്ലേ? -4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -12 കിട്ടും, കൂട്ടുമ്പോൾ -1 കിട്ടും. സോ നമുക്ക് ഇവിടെ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? a-4 ടൈംസ് a plus 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റ് 0നെ കാട്ടി ചെറുതാകുന്നു എന്ന് പറഞ്ഞു. നമുക്കിവിടെ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നമ്പർ ലൈൻ വെച്ച് നോക്കാം. അതാണ് കുറച്ചും കൂടെ ഇവിടെ ഈസി. ഓക്കെ, സോ എയുടെ വാല്യൂ ഏതൊക്കെ പോസിബിൾ ആണ്? ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത് -3 ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വരുമ്പോൾ എന്താണ്? -3 ഉണ്ട്, ഇവിടെ 4ഉം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. -3നെ കാട്ടി ചെറുതാകുമ്പോൾ ഇതും നെഗറ്റീവ് ആയിരിക്കും, ഇതും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, -3നെ കാട്ടി ചെറുതാകുമ്പോൾ ഇതും നെഗറ്റീവ് ആയിരിക്കും, ഇതും നെഗറ്റീവ് ആയിരിക്കും. സോ മൊത്തത്തിൽ നെഗറ്റീവ് ടൈംസ് നെഗറ്റീവ് എന്താകും? പോസിറ്റീവ് ആകും. അടുത്ത് ഇത് രണ്ടിന്റെ ഇടയ്ക്ക് വരുമ്പോഴോ -3നെ കാട്ടി വലുതായതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കാം, ഇതെപ്പോഴും എന്താണ് മക്കളെ? നെഗറ്റീവ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും മക്കളെ? നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് ടൈംസ് പോസിറ്റീവ്, നെഗറ്റീവ് വരും. അടുത്ത് 4നെ കാട്ടി വലുതാകുമ്പോൾ ഇതും പോസിറ്റീവ് ആയിരിക്കാം, ഇതും പോസിറ്റീവ് ആയിരിക്കും. സോ മൊത്തത്തിൽ പോസിറ്റീവ് കിട്ടും. അപ്പൊ നോക്കിക്കേടാ, a-4 ടൈംസ് a plus 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നപ്പോഴാ അതിന്റെ ഇടയിലാണ്. അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കിയോ മക്കളെ? മറ്റേ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മോഡൽ, പോളിനോമിയൽ മോഡലിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെ പ്രൊഡക്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരണമെങ്കിൽ അതിന്റെ ഇടയ്ക്കായിരിക്കും മോസ്റ്റ്ലി അത് വരേണ്ടത്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വരുന്ന രീതിക്കാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാം -3ക്കും 4നും ഇടയ്ക്കാണ്. സോ നമ്മുടെ എ വാല്യൂ എന്ത് വരും മക്കളെ? എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3യുമാണ് വരേണ്ടത്. നോക്കിക്കേ, ഏത് ഓപ്ഷനാണ് കറക്റ്റ് മക്കളെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സോ നമുക്കിവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കാം. സെയിം 2025 CBC ബോർഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് integral a to b x cube dx equal to 0 and integral a to b x square dx equal to 2/3, then find the values of a and b. സോ ഇവിടെ നമുക്ക് രണ്ട് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക. ആദ്യത്തെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യത്തെ എങ്ങനെ വരും മക്കളെ? ഇന്റഗ്രൽ a to b x cube dx എന്ത് വരും മക്കളെ? ഇതെന്ന് പറയുന്നത് സോ x raised to 4/4. ഓക്കെ, x raised to n dx എന്താണ് മക്കളെ? x raised to n plus 1 by n plus 1 ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. പ്രീവിയസിൽ നമ്മൾ സെയിം മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ a to b എന്ന് പറയുമ്പോൾ എന്ത് വരും? b raised to 4 minus a raised to 4/4. മൊത്തത്തിൽ 4 b raised to 4/4 minus a raised to 4/4. സോ നമുക്ക് ആ രീതിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് മക്കളെ? 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതാ ഇന്റഗ്രൽ a to b x square dx എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ? നോക്കിക്കേ, എക്സ് ക്യൂബ് ബൈ 3 a to b എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്താണ്? ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ 3. ഇതിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? 2/3 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ബി റൈസ് ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഓക്കെ, ടൈംസ്
ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോർ ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നോക്കാം. ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും ബി മൈനസ് എ, ഓക്കെ, ബി മൈനസ് എ ടൈംസ് ബി പ്ലസ് എ, ഓക്കെ, ടൈംസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ആക്ച്വലി രണ്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയേ, ഇതിന് നമുക്ക് ഈ പോസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇത് ശരിയാവോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ മക്കളെ. ബി റൈസ് ടു 4 മൈനസ് എ റൈസ് ടു 4, അതിന്റെ രണ്ടിന്റെ സ്ക്വയറുകളുടെ സം എന്ന് പറയുന്നത് സ്ക്വയർ ബി സ്ക്വയറും പോസിറ്റീവ് ആയിരിക്കും, എ സ്ക്വയറും പോസിറ്റീവ് ആയിരിക്കും അല്ലെ. ബി ഏത് നമ്പർ ആണെങ്കിലും. സോ ഈ പോസിബിലിറ്റി ആണ് നമ്മൾ ഇപ്പൊ ചെക്ക് ചെയ്യാൻ പോകുന്നത്, 0 വരെ എന്നുള്ള കേസ്. അപ്പൊ ഈ ഒരു പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കിക്കേ. ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, എ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അവരുടെ സമ്മ് 0 വരണം എന്നുണ്ടെങ്കിൽ എ സ്ക്വയറും ബി സ്ക്വയറും എന്തായാലേ പറ്റത്തുള്ളൂ മക്കളെ, 0 ആയാലേ പറ്റത്തുള്ളൂ. സോ ഇത് കണ്ടീഷൻ ട്രൂ ആകണമെന്നുണ്ടെങ്കിൽ എയും ബിയും 0 ആകണം, എ ഈക്വൽ ടു ബി ഈക്വൽ ടു 0 ആകണം. അങ്ങനെ വന്നാൽ ഇത് ശരിയാകോ? ഇവിടെ നോക്കിക്കേ, ഇതും 0 ഇതും 0 ഇത് 0 ആയി പോകും. സോ ഇത് ഫോൾസ് ആണ്, അവിടെ നിന്ന് കിട്ടും. അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ഇത് നമുക്ക് ഈ ഒരു പോസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കിക്കേ മക്കളെ. ബി പ്ലസ് എ 0 വരെ ഒന്ന് 3 ആൾക്കാരുടെ പ്രൊഡക്റ്റ് 0 ഉണ്ടെങ്കിൽ ഏതർ ഇത് 0 ആയിരിക്കണം അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കണം അല്ലേ. ബി പ്ലസ് എ ഈക്വൽ ടു 0 വരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ മക്കളെ. ബി പ്ലസ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ബി ഈക്വൽ ടു മൈനസ് എ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും മക്കളെ? നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ 3. ഓക്കെ, ബി ഈക്വൽ ടു മൈനസ് എ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് എ ക്യൂബ് ബൈ 3 വരും. ഓക്കെ, മൈനസ് 2a ക്യൂബ് ബൈ 3 വരും. ഓക്കെ, നമുക്കിവിടെ 2/3 വരണം. സോ അവിടെ എക്ക് കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ, ഇതിനെ നമുക്ക് 2/3 ഇക്വേറ്റ് ചെയ്താൽ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും, 3ഉം 3ഉം ക്യാൻസൽ ആയി പോകും. മൈനസ് എ ക്യൂബ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? എ ക്യൂബ് ഈക്വൽ ടു -1 അഥവാ എ ഈക്വൽ ടു -1. ഓക്കെ, എ -1 ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്താണ് മക്കളെ? ബി ഈക്വൽ ടു 1 ആണ്. സോ എ -1 ബി 1 എന്നുള്ളൊരു പോസിബിലിറ്റി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ വന്നാൽ ഇതെന്താകും? റൈസ് ടു 4 എടുക്കുമ്പോൾ 1ഉം 1ഉം വരും, 0 ആയി പോകും. ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ അതനുസരിച്ച് 2/3 കിട്ടും. ഓക്കെ, അപ്പം ഇതൊരു പോസിബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു പോസിബിലിറ്റി എന്താണ് മക്കളെ? എ ഈക്വൽ ടു -1 ആൻഡ് ബി ഈക്വൽ ടു 1. ഇനി വേറെ പോസിബിലിറ്റി വരുമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുന്ന. ഇത് സപ്പോസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് 0 ആണെങ്കിൽ എന്ത് വരും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ബി മൈനസ് എ ഈക്വൽ ടു 0 ആണ്, അഥവാ നമുക്ക് പറയാം എന്താണ്? ബി ഈക്വൽ ടു എ ആണ്. ഓക്കെ, നേരത്തെ അവിടെ കിട്ടിയത് ബി ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ ഇവിടെ കിട്ടിയ എന്താണ്? ബി ഈക്വൽ ടു എ ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. ഇവിടെ ബിയുടെയും എയുടെയും വാല്യൂ സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ ബി ക്യൂബിന്റെ വാല്യൂവും എ ക്യൂബിന്റെ വാല്യൂവും സെയിം ആണ്. സോ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. സോ ഇത് മൊത്തത്തിൽ എന്തായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. സോ ഈ വാല്യൂവും 0 ആയിട്ട് മാറും. സോ അപ്പൊ നമുക്ക് മനസ്സിലാകും ഇവിടെ നിന്ന് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 0 ആയിട്ട് എടുത്താലും ബി മൈനസ് എ 0 ആയിട്ട് എടുത്താലും നമുക്ക് കിട്ടുന്നത് എന്താണ് മക്കളെ? ഇത് മൊത്തത്തിൽ 0 ആയിട്ടങ്ങ് പോകും. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ആകെ കിട്ടുന്ന ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ബി പ്ലസ് എ 0 ആകണം. സോ ബി പ്ലസ് എ 0 ആകുമ്പോൾ ഒരേ ഒരു ഉത്തരവേ നമുക്ക് കിട്ടുന്നുള്ളൂ. എ ഈക്വൽ ടു -1 ആൻഡ് ബി ഈക്വൽ ടു 1 ആണ്. സോ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു -1 ആൻഡ് ബി ഈക്വൽ ടു 1. എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ മക്കളെ? ഇവിടെ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് എഴുതി. എന്നിട്ട് ഓരോ ഫാക്ടറും 0 ആകുമ്പോൾ എന്തൊക്കെയാ കണ്ടീഷൻസ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കി. ആദ്യം ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ചെക്ക് ചെയ്ത് നോക്കി. നമുക്ക് മനസ്സിലായി എ സ്ക്വയറും ബി സ്ക്വയറും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ എയും ബിയും 0 വരുന്ന കേസിൽ മാത്രമേ ഇത് ട്രൂ ആകത്തുള്ളൂ. സോ അത് നമ്മൾ ഇവിടെ നോക്കുമ്പോഴേ ഇവിടെയും 0 ആയി പോകും. അപ്പൊ അതെന്തായാലും പറ്റത്തില്ല. ഇവിടെ 2/3 ആണ് വരേണ്ടത്. ഇനി രണ്ടാമത്തത് ബി പ്ലസ് എ 0 ആകുന്ന കേസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ബി ഈക്വൽ ടു മൈനസ് എ വരുന്നുണ്ട്. ബി ഈക്വൽ ടു മൈനസ് എ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് മക്കളെ? 2/3 ഈക്വൽ ടു -2a ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞ് കിട്ടി. സിംപ്ലിഫൈ ചെയ്തപ്പോൾ എയുടെ വാല്യൂ നമുക്ക് -1 കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ 1 ആയിരിക്കും എന്ന് കിട്ടി. ഇനി അടുത്ത് ബി മൈനസ് എ ഈക്വൽ ടു 0 എടുത്തപ്പോൾ ബി ഈക്വൽ ടു എ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എന്തായി? ഇതും 0 ആയിട്ട് കിട്ടി. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആകെ ഒരേ ഒരു പോസിബിൾ വാല്യൂ ഉള്ളൂ. അതാണ് എന്ത്? എ ഈക്വൽ ടു -1 ആൻഡ് ബി ഈക്വൽ ടു 1 എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അടുത്ത ബാക്കി പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.